ഒരു 100 രൂപ ലിക്വിഡ് മണി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ നമ്മളൊന്ന് പതറിയേക്കും. ഫണ്ട് വേണമെങ്കിൽ ഗൂഗിൾ പേ ചെയ്യാമെന്നായിരിക്കും മിക്കവാറും മറുപടി. കാരണം അത്ര വേഗത്തിലാണ് ലോകം ഡിജിറ്റൽ ട്രാൻസാക്ഷനിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ രാജ്യത്തും പെട്ടിക്കട മുതൽ വൻ സൂപ്പർ മാർക്കറ്റിൽ വരെ ഇന്നിപ്പോൾ പേയ്മെന്റിനുള്ള ബാർ കോഡുകൾ കാണാം. അതെല്ലാം സമ്പൂർണ്ണ ഡിജിറ്റൽ ട്രാൻസാക്ഷൻ എന്ന ലക്ഷ്യത്തിലേക്കുള്ള നമ്മുടെ യാത്രയുടെ ഭാഗവുമാണ്. അതിനിടെ ലോകത്തിലെ ആദ്യ ക്യാഷ്ലെസ് കൺട്രി അഥവാ പണരഹിത രാജ്യം എന്ന പദവി സ്വന്തമാക്കിയിരിക്കുകയാണ് ഒരു രാജ്യം. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ ഇൻഡെപ്ത് സംസാരിക്കുന്നത്. സ്വാഗതം. വലിച്ചു നീട്ടി മുഷിപ്പിക്കുന്നില്ല. സ്വീഡനാണ് ആ രാജ്യം, ലോകത്തെ ആദ്യ ക്യാഷ്ലെസ് കൺട്രി. 2010 തുടക്കത്തിൽ തന്നെ ക്യാഷ്ലെസ് ട്രാൻസാക്ഷൻ എന്ന ആശയം അവതരിപ്പിച്ച രാജ്യമാണ് സ്വീഡൻ. സ്വിഷ് എന്ന ആപ്പായിരുന്നു അതിനായി സ്വീഡിഷ് ബാങ്കുകൾ ഉപയോഗിച്ചിരുന്നത്. ഫോൺ നമ്പർ മാത്രം ഉപയോഗിച്ച് ഉടനടി സാമ്പത്തിക ഇടപാടുകൾ നടത്താൻ കഴിയുന്നത് കൊണ്ട് തന്നെ ഈ ആപ്പ് സ്വീഡനിൽ വമ്പൻ ട്രെൻഡായി. ഇന്ന് സ്വീഡന്റെ മുക്കിലും മൂലയിലും, എന്തിനേറെ ആരാധനാലയങ്ങളിൽ പോലും സ്വിഷും ക്ലാർനയും ബാങ്ക് ഐഡിയും പോലുള്ള ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനങ്ങൾ മാത്രമാണുള്ളത്. രാജ്യത്തെ കേന്ദ്ര ബാങ്കായ റിക്സ ബാങ്കും സ്വീഡൻ സർക്കാരുകളുമാണ് ഈ നേട്ടം കൈവരിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചിരിക്കുന്നത്. ശക്തമായ സൈബർ സുരക്ഷാ നിയമങ്ങൾ, കോണ്ടാക്ട്ലെസ് കാർഡുകൾ, ഇ പേയ്മെന്റ് സംവിധാനങ്ങൾ എന്നിവയെല്ലാം അതിനായി അവർ കൊണ്ടുവന്നു. ഇന്നിപ്പോൾ സ്വീഡനിൽ ബാങ്കുകൾ പോലും കറൻസികൾ കൈകാര്യം ചെയ്യുന്നത് അവസാനിപ്പിച്ചിരിക്കുകയാണ്. ATMകൾ പോലും എടുത്തു മാറ്റപ്പെട്ടിരിക്കുന്നു. 2024 കണക്ക് പ്രകാരം $610.12 ബില്യൺ സ്വീഡന്റെ GDP. അതിന്റെ 0.5% മാത്രമാണ് ആ രാജ്യം പണമായി ഉപയോഗിക്കുന്നത് എന്ന് പറയുന്നിടത്ത് തന്നെയുണ്ട് ഡിജിറ്റൽ പേയ്മെന്റ് രംഗത്ത് അവർ എത്രമാത്രം മുന്നോട്ട് പോയി എന്നതിന്റെ തെളിവ്. അവർക്ക് പിന്നിലുള്ള ജർമ്മനി, ജപ്പാൻ എന്നീ രാജ്യങ്ങളിലാകട്ടെ അവരുടെ GDPയുടെ 8%-ലധികവും കറൻസിയായി തന്നെയാണ് ഉപയോഗിക്കുന്നത്. 1.5 കോടി ജനസംഖ്യയുള്ള സ്വീഡനിൽ 90 ലക്ഷത്തിലധികം പേരും സ്വിഷ് ആപ്പാണ് ഉപയോഗിക്കുന്നത്. 2010-നും 2020-നും ഇടയിലാണ് ഈ ഒരു മാറ്റം വ്യാപകമാകുന്നത്. യുക്രൈൻ യുദ്ധം മൂലം ഉടലെടുത്ത ഭൗമരാഷ്ട്രീയ അസ്ഥിരതയും ആളുകൾ പണം ശേഖരിക്കുന്നതിൽ നിന്ന് മാറി ചിന്തിക്കാൻ ഇടയാക്കിയെന്നും വിലയിരുത്തലുകളുണ്ട്. സൗകര്യപ്രദമായ സാമ്പത്തിക ഇടപാട് എന്നതിനപ്പുറം അഴിമതി, കള്ളപ്പണം, മോഷണം എന്നിവ കുറയ്ക്കാനും ഇടപാടുകൾ പൂർണ്ണമായും സുരക്ഷിതമാക്കുകയുമാണ് ഡിജിറ്റൽ പേയ്മെന്റിലേക്ക് മാറുന്നതിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത്. സ്വീഡൻ പൗരന്മാർ ഇപ്പോൾ ഡിജിറ്റൽ പേയ്മെന്റ് സമൂഹത്തിൽ ജീവിക്കാൻ ശീലിച്ചിരിക്കുന്നു. തെരുവ് സംഗീതജ്ഞർ മുതൽ പൊതുഗതാഗത സംവിധാനങ്ങൾ വരെ മിക്കവാറും എല്ലാവരും ഡിജിറ്റൽ പേയ്മെന്റുകൾ സ്വീകരിക്കുന്നു. ഫ്ലീ മാർക്കറ്റുകളും ചെറുകിട വിൽപ്പനക്കാരും പോലും QR കോഡുകളെയും മൊബൈൽ ട്രാൻസ്ഫറുകളെയും ആശ്രയിക്കുന്നു. നമുക്കിപ്പോഴും പലയിടങ്ങളിലും നോ ഗൂഗിൾ പേ എന്നൊക്കെയുള്ള ബോർഡുകൾ കാണാൻ സാധിക്കുമെങ്കിൽ സ്വീഡനിൽ കാര്യങ്ങൾ നേരെ മറിച്ചാണ്. അവിടെ കണക്കാക്കുക പണം സ്വീകരിക്കില്ല എന്ന ബോർഡുകൾ മാത്രമാണ്. ബിസിനസ്സുകളെല്ലാം പ്രോത്സാഹിപ്പിക്കുന്നത് ഡിജിറ്റൽ പേയ്മെന്റ് ആണ്. എന്തിനേറെ ആരാധനാലയ കേന്ദ്രങ്ങൾ പോലും ഡിജിറ്റലാണ്. സ്വീഡനിലെ മിക്ക പള്ളികളിലും സംഭാവന പെട്ടികളില്ല. പകരം സ്വിഷ് QR കോഡുകളാണ് പിരിവിനും അവർ ഉപയോഗിക്കുന്നത്. മതപരവും ജീവകാരുണ്യപരവുമായ സംഭാവനകൾ പൂർണ്ണമായും ഡിജിറ്റലൈസ് ചെയ്ത ആദ്യത്തെ രാജ്യങ്ങളിൽ ഒന്നുകൂടിയാണ് സ്വീഡൻ. നിലവിൽ ഇ ക്രോണ എന്ന ഡിജിറ്റൽ കറൻസി വികസിപ്പിക്കാനുള്ള നീക്കങ്ങളാണ് സ്വീഡൻ സെൻട്രൽ ബാങ്ക് നടത്തുന്നത്. ഡിജിറ്റൽ കറൻസിയായ ഇ ക്രോണ റിക്സ് ബാങ്ക് വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വീഡൻ മുഴുവൻ സാമ്പത്തിക ഇടപാടുകളും സമഗ്രവും കാര്യക്ഷമവുമായി തുടരുന്നുവെന്ന് ഉറപ്പാക്കിക്കൊണ്ട് പണത്തിന് സുരക്ഷിതവും ഔദ്യോഗികവുമായ ഡിജിറ്റൽ ബദൽ നൽകുക എന്നതാണ് ഈ ക്രോണ ലക്ഷ്യമിടുന്നത്. ഇതുകൂടി നിലവിൽ വന്നാൽ പൂർണ്ണമായും പ്രവർത്തനക്ഷമമായ ഡിജിറ്റൽ ദേശീയ കറൻസിയുള്ള ആദ്യ രാജ്യങ്ങളിൽ ഒന്നായി സ്വീഡൻ മാറും.